തൃശ്ശൂർ മുണ്ടത്തിക്കോട് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി പടക്ക നിർമ്മാണം നടത്തിയിരുന്ന ആ പടക്ക നിർമ്മാണശാലയിലുണ്ടായിരുന്ന ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പം സാറ് തന്നെ എടുത്തിട്ടുള്ള അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞൊരു കാര്യം, ഇത് നിയമങ്ങളുടെ കൃത്യമായ ലംഘനമാണ് നടന്നിട്ടുള്ളത്, ഒരു അപകടമല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതൊരു അപകടമല്ല, നിയമലംഘനം തന്നെയാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്നതാണ് എന്ന് പറയാനുള്ളൊരു കാരണം എന്തായിരിക്കും? ഇതൊരു അൺഓതറൈസ്ഡ് പ്രിമിസസിലാണ് ഈ പടക്ക നിർമ്മാണം നടന്നിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പാടത്തൊരിക്കലും ലൈസൻസ് കൊടുക്കൂല കളക്ടർ. ഒന്നാമത് ഒരു അഗ്രികൾച്ചർ ഫീൽഡ് ദാറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ ഇൻഡസ്ട്രിയൽ വൺ. വ്യവസായത്തിനായിട്ട് അവർ കൊടുക്കണം. അത് നടന്നു കാണത്തില്ല. അതിൽ നിന്നാണ് അതിൻ്റെ പ്രഥമ തുടങ്ങുന്നത്. ദൃഷ്ടാന്തമായിട്ട് നമ്മൾ കാണേണ്ടത് ഇറ്റ് ഈസ് ആൻ അൺഓതറൈസ്ഡ് ഫീൽഡ്. പിന്നെ ഞാൻ പറയുന്ന ഒരു വേർഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്. മനുഷ്യനിർമ്മിതമായ ഒരു അപകടമാണിത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര കാലം ഇതിൽ നിന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമകരമായ ഒരു സംഭവം. കാരണം നമ്മൾ ഇത്രയധികം അപകടങ്ങളുണ്ടായി. പുത്തുങ്കൽ താങ്കൾക്കറിയാം, പുത്തുങ്കൽ 107 പേരാണ് മരിച്ചത്. 283 പേര്, 400 പേർക്ക് പരിക്കേറ്റു. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഇതിലെ ദൂഷ്യഫലങ്ങളും ഇതിലെന്തുകൊണ്ട് വയലേഷൻസും എല്ലാം നമ്മൾ പറയുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടായിട്ട് കൂടിയും പിന്നെയും ഇതിനോടുള്ള ക്രൈസ് അവസാനിപ്പിക്കുന്നില്ല. ആ ക്രൈസ് എന്ന് പറയുന്ന ഗൺ പൗഡർ ക്രൈസ്, കരിമരുന്നിനോടുള്ള ഒരു അഭിനിവേശം. കരിമരുന്നിനോടുള്ള അഭിനിവേശത്തിലുപരി ആ ശബ്ദത്തോടും ആ വെളിച്ചത്തോടുമുള്ള ഒരു ഭ്രാന്താണ്, ഉന്മാദമാണ്. അതെ. ഇത് നമ്മൾ കാലത്തിനനുസരിച്ച് കാലോചിതമായിട്ട് മാറേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളിത് ക്രൈസ് എന്നൊക്കെ പറയാം. നമുക്ക് എല്ലാത്തിനും ക്രൈസ് വരാം. ഒരു ഫിലിം സ്റ്റാറിനോട് നമുക്ക് ക്രൈസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫുട്ബോളിനോട് ക്രിക്കറ്റിനോട് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഇതിപ്പം അന്ന് നമ്മളെന്ത് തീരുമാനിച്ചു, അന്ന് വെടിക്കെട്ട് അപകടം ഉണ്ടായി. ഒരു 3 to 6 മാസം വരെയുള്ള അതിൻ്റെ എഫക്റ്റ്. അത് കഴിഞ്ഞ് അത് തീർന്നു, മറന്നു പോവുകയാണ് നമ്മൾ. അതിൽ നമ്മൾ സൗകര്യപരം മറക്കാൻ ശ്രമിക്കുകയാണ്, മറന്നു പോവുകയല്ല. കാരണം അത് ഓരോ വർഷത്തും അതിൻ്റെ ആ അപകടത്തിൻ്റെ 1ാം വർഷം വരുമ്പോഴും 2ാം വർഷം വരുമ്പോഴും പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് ലൈൻ വാർത്തകൾ വരാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ മറന്നു പോകുന്നു. അത് ഈ ഉത്സവ കമ്മിറ്റികൾ, പള്ളി അമ്പല കമ്മിറ്റികൾ ദൃഢമായ ഒരു തീരുമാനം എടുക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ്. കാരണം ഈ ലൈസൻസിക്ക് സതീശൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മരിച്ചു. അതായത് ഞാൻ പറയുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ എക്സ്പീരിയൻസ് 35 years ഐ ആം ഇൻ ദ സേഫ്റ്റി ഫീൽഡ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബേൺ ഇഞ്ചുറീസ് 40% കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുപ്പമല്ല, 30 വയസ്സിന് താഴെ അല്ലെങ്കിൽ മരണം 90% കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം ശിവകാശിയിലൊക്കെ സ്ഥിരമായിരുന്നു അപകടം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ അപകടം കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ പോകും, ഇവരുടെ മൊഴിയെടുക്കാനൊക്കെ നമ്മൾ ചെല്ലുമ്പം അവരെ സംസാരിക്കുമ്പോൾ നമ്മളെക്കാട്ടിൽ ഊർജ്ജസ്വലമായിട്ട് അവർ സംസാരിക്കും. പക്ഷെ അവർ അതെല്ലാം ഒരു പെയിൻ കില്ലിങ് മരുന്നിൻ്റെ ഇതിലാണ് അവർ പറയുക. പക്ഷേ വിത്തിൻ 2 days ദേ ഓൾ വിൽ ഡൈ. അപ്പോൾ അത്ര വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ആ പേഷ്യൻ്റ് കടന്നു പോകുന്നത്. അതിൽ നമ്മൾ എൻക്വയറി ചെയ്യുന്ന ഓഫീസറായാലും പോലീസ് ഓഫീസറായാലും പെസോഡ് ഓഫീസറായാലും നമുക്കുണ്ടാവുന്ന, നമ്മൾ കാണുന്ന ആ വേദനകൾ നമ്മുടെ മനസ്സിലെപ്പോഴും തട്ടി നിൽക്കും. ഓരോ എൻക്വയറിക്ക് പോകുമ്പോഴും നമ്മൾ കാണുന്ന വേദനകൾ വളരെയധികം നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കും. ഇവിടെയൊക്കെ തന്നെ ഈ അപകടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് വേറെ എവിടെയോ ആയിരിക്കും, വേറെ എവിടെയോ മലമുകളിലോ, കാരണം മലമുകളിലോ വല്ലോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ലൈസൻസ്. അവിടെ ഒരു 3 ഷെഡിനായിരിക്കും അവർക്ക് അവിടെ. ആ ഷെഡ് ഇപ്പം നിങ്ങൾക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ അത് സ്കെൽട്ടൻ പോലെ അവിടെ കാണും. അവിടെ പ്രവർത്തനമൊന്നും നടത്തത്തില്ല. കാരണം അവിടെ അവർക്ക് പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. കാരണം ഇത് 2000 കിലോയുടെ ലൈസൻസിലേക്ക് ഓരോ അമ്പല കമ്മിറ്റിക്കാർക്ക് 2000 കിലോ ലൈസൻസാണ് ഉള്ളത്. അപ്പം 15 കിലോ ലൈസൻസ് ഉള്ള ഒരാൾ ഈ 2000 കിലോ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും?
മനസ്സിലായോ? അപ്പോൾ ആ അത്രയും ദിവസത്തെ സാധനങ്ങൾ, അതായത് ഫയർ വർക്സ് മാനുഫാക്ചേർഡ്, അവർക്ക് അവിടെ സൂക്ഷിക്കാനുള്ള സ്ഥിതിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഒരു പാടം എടുക്കുന്നു, ടാർപ്പാളിൻ വിളിക്കുന്നു, ടാർപ്പാളിൻ കൊണ്ട് തന്നെ ഷെഡുകൾ ഉണ്ടാക്കുന്നു. ആ ഷെഡുകളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. ഇവിടെ നോക്കിക്കോളൂ, ഈ മരിച്ചവരിലും ഒന്നും തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് ഇല്ല. കാരണം എന്താണ്? അവർക്കിതിനെപ്പറ്റി പരിചയമില്ല. കാരണം ഇവിടുത്തെ ആളുകൾക്കാണെങ്കിൽ അവർക്കൊരു ക്രേസാണ് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. പലർക്കും വളരെ ആവേശമാണ് കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിവരെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവർ വരെ മരിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന. കാരണം ഞാൻ പിന്നെ അത് വിളിച്ചു, വിഷ്ണു എന്നൊക്കെ പറഞ്ഞ ആ പയ്യനൊക്കെ എന്നെ കാണുമ്പോൾ സാറേ എന്ന് പറഞ്ഞ് ഓടി വന്ന് കയ്യിൽ പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നവരാ. കാരണം ഇവരെയൊക്കെ നമുക്ക് പലരെയും 16 വർഷത്തോളം ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ 2008 വരെ ലൈസൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2008 കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ എവിടെ വർക്ക് ചെയ്താലും പൂര സമയത്ത് ഗവൺമെൻറ് ഓഫ് കേരള എന്നെ വിളിക്കും, വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം, അതിൻ്റെ സുരക്ഷിതമായിട്ട് നടത്തണം ആയിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പം നമ്മൾ വന്നു. എല്ലാവിധ പരിശോധനകൾക്കും നമ്മൾ കളക്ടറുടെയും പോലീസിൻ്റെയും കൂടെ നിന്ന് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും സുരക്ഷിതമായിട്ട് നടത്തുവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 years I was involved. God's grace, touch wood, I will tell you, there was not a single accident. ഒറ്റ ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വിൽ പവറാണ് ഒരാളുടെ. നമ്മൾ ചെയ്യുന്ന വർക്ക് സുരക്ഷിതമല്ല, അതൊരു അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ വാലിഡ് ഡിസിഷൻ ദാറ്റ് ഐ ഷുഡ് ഡിസിസ്റ്റ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നമ്മൾ ചെയ്യാതെ നമ്മൾ മാറിപ്പോകണം. അങ്ങനെ തീരുമാനമെടുക്കാനുള്ള ധൈര്യം ഈ ഫയർ വർക്സ് മാനുഫാക്ചറിങ് ആൾക്കാർക്ക് വരണം. അതുപോലെ തന്നെ ടെമ്പിൾ ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സിനും വരണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അപകടങ്ങൾ വെടിക്കെട്ട് നടക്കുന്നിടത്തില്ല, ഒക്കെ മാനുഫാക്ചറിങ് സ്ഥലത്താണ്. അതെല്ലാം നടക്കുന്നത് മാനുഫാക്ചറിങ് സ്ഥലത്ത്. കാരണം ഈ വെടിക്കെട്ട് നടക്കുന്നിടത്ത് ഈ സംഘാടകർ വളരെ ശ്രദ്ധയാലുവാണ്. കാരണം എന്തെങ്കിലും ഉണ്ടായാൽ പുത്തുങ്കല് പോലെ 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തടയുവാനായിട്ട് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. ഇപ്പം നെന്മാറ വേലയായാലും ഉത്രാളിക്കാവ് വേലയായാലും തൃശ്ശൂരിലെ വേലയായാലും ഓർഗനൈസേഴ്സ് ആർ വെരി സ്ട്രിക്റ്റ് ഇൻ ദാറ്റ്. അവരുടെ പ്രിമിസസിൽ ഏറ്റവും നന്നായിട്ട് നടത്തും. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല ഇത് ഉണ്ടാക്കുന്ന ആളുടെ പ്രിമിസസിൽ അയാൾക്ക് എന്തുമാത്രം പ്രഷറാണ്, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടാകുന്നത്. അപ്പം അതിനൂടെ അവർ വെരിഫൈ ചെയ്യേണ്ടതായിരുന്നു. അവര് ഈ ഉണ്ടാക്കുന്ന ഈ പടക്ക നിർമ്മിക്കുന്നവർക്ക് അവർക്ക് അതിനുള്ള സുരക്ഷിതത്വമുണ്ടോ, അവർ അതിൻ്റെ എല്ലാതൊന്നും ഇവരോട് വെരിഫൈ ചെയ്യണം. ബെനിഫിഷ്യറീസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രോർസ് ഓഫ് ടേൺ ഓവർ ബിസിനസ്. ഇതിന് ഓരോന്നിനും അവർ ഇറക്കുന്ന പൈസ അത്രത്തോളം ഇറക്കുന്ന പൈസകളാണ് അതിൻ്റെ. അപ്പോൾ ആ പൈസ ഇറക്കുമ്പം അത് സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് കൂടി അവർ ചിന്തിക്കണം. അപ്പം ഈ ഓരോ മാനുഫാക്ചറും ഇനിയെങ്കിലും ഈ ഇങ്ങനെയുള്ള അൺഓതറൈസ്ഡ് പ്രിമിസസിലേക്ക്, അൺഓതറൈസ്ഡ് സ്ഥലത്തേക്ക് ഇത് ഇവിടെയാണ് നടക്കുന്നതെന്ന് ഈ ഭാരവാഹികൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കുമല്ലോ. പത്രക്കാരെ എല്ലാം കൊണ്ടുപോയത് അതാണ്. ഈ ഭാരവാഹികൾ തന്നെയാണ് അവിടെ പത്രക്കാരെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തത്. അതും ഒരു ശീലമായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പത്രക്കാര് വന്നിട്ട് എല്ലാ വർഷവും വന്നിട്ട് നാളെ ഉണ്ടാവാൻ പോകുന്ന സംഗതികൾ എന്താണ്, എന്നിട്ട് അതിന്റെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ. അത് എത്രത്തോളം അപകടകരമാണ് സത്യത്തിൽ, അങ്ങനെ പുറത്തുനിന്ന് ആളുകൾ വരുന്നത്. നിങ്ങള് ശിവകാശിയിലെ ഒരു പടക്ക നിർമ്മാണശാലയിലേക്ക് നിങ്ങൾ പോകൂ. 786 ഫാക്ടറിയാണ് അവിടെ ഉള്ളത്. അത് പെസോ ലൈസൻസ് ചെയ്തിരിക്കുന്നത്. അതായത് 15 കിലോ കൂടുതലെന്നുള്ളത് മനസ്സിലാക്കിയോളൂ. ഈ പ്രെമിസസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്കും കയറാനൊക്കത്തില്ല. ബിക്കോസ് അവരുടെ സെക്യൂരിറ്റി ചെക്ക് 3 ലെയർ സെക്യൂരിറ്റി ചെക്കാണ് നമ്മൾ അകത്ത് ചെന്നാൽ. വാതിലുണ്ട്, നമുക്ക് അപ് ടു ദ ഓഫീസ്, അവരുടെ ഓഫീസ് വരെ പോകാം. അത് കഴിഞ്ഞാൽ അവർ അനുവദിക്കത്തില്ല. അവിടെ എല്ലാം അവരുടെ സെക്യൂരിറ്റി പീപ്പിൾ റൗണ്ട് ദ ക്ലോക്ക് ഉണ്ടാവും. കാരണം അവിടെ ബോഡി ചെക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അത്ര ശക്തമായ നടപടിക്രമങ്ങളാണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഫെൻസിങ് ഇല്ല, സുരക്ഷാ ഡിസ്റ്റൻസുകളില്ല. ആരെയും നമ്മൾ അവിടെ വരുന്ന ഒരാളെയും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾക്കും അവിടെ ഒരു പടക്ക നിർമ്മാണശാലയിൽ ചെരുപ്പിട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പടക്ക നിർമ്മാണശാലയാണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണാം അവിടെ ആയിരക്കണക്കിന് ചെരുപ്പുകൾ കിടക്കുന്നത്.
പുറത്ത്. കാരണം അവർ ചെരുപ്പിടാതെ അകത്ത് കയറുന്നേ. ചെരുപ്പിടാതെ കയറി കാരണം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്നോ വരുന്ന ഏതെങ്കിലും മണൽത്തരികൾ അത് ഈ ഗൺ പൗഡർ മിശ്രിതത്തിലേക്ക് അത് വന്ന് വീഴുകയാണെങ്കിൽ അത് മിക്സ് ചെയ്യുമ്പോൾ അത് എടുത്ത് ഒരു പടക്ക അതിൻ്റെ കവറിലേക്ക് നമ്മൾ ഇടുമ്പോൾ അത് റാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഫ്രിക്ഷൻ കൊണ്ട് ഇഗ്നിഷൻ വരികയും സ്പാർക്ക് വരികയും അത് എക്സ്പ്ലോഷന് സാധ്യത വളരെ ഇതുവരെ ഉണ്ടായ അപകടങ്ങൾ ഒരു കടക്കട ഞാൻ ഇന്ന് പറയുകയുണ്ടായി 5 കൊല്ലം 63 ആക്സിഡൻസാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പടക്ക അപകടങ്ങൾ. അതിലെ 99% ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ബാക്കി 1% ആണ് ആ മനുഷ്യന്റെ അൺസേഫ് ആയിട്ടുള്ള ആക്ട് കൊണ്ടുവരുന്നത്. ഇത് അൺസേഫ് കണ്ടീഷനാണ്. അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻ്റെ അതിൻ്റെ ചുമതല മുഴുവൻ ആ ഫയർ വർക്സ് മാനുഫാക്ചർക്കാണ്. ആക്ട് എന്ന് പറയുന്നത് വർക്കറാണ് ചെയ്യുന്നത്. അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ, ദ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ദ ഓണർ ഓഫ് ദി ഫാക്ടറി. അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം ഒരു കാരണവശാലും ഞാൻ ഒരു വെടിക്കെട്ട് നിർമ്മാണശാല എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഗൺ പൗഡറാണ്. അത് പൊട്ടാഷ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും, ഇത് 3 കമ്പോണൻ്റ് ആണ്. ഒരു പ്രൊപ്പോർഷണൽ രീതിയിലാണ് അത് വരുന്നത്. ഇതിനെ മിക്സ് ചെയ്തിട്ട് പലവിധ കെമിക്കലുകൾ ചേർത്ത് പല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ചുമതല. അപ്പോൾ ആദ്യം ഈ ഗൺ പൗഡർ ഉണ്ടാക്കാനായിട്ട് അവർ പൊട്ടാഷ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും കൂടെ മിക്സ് ചെയ്തും കുറച്ച് അലുമിനിയം പൗഡറും ചേർക്കണം. ഡിഫെൻസ് ഓൺ വേരിയസ് എക്സ്പ്ലോസീവ്. ഇത് ഒരു മുറിയിലായിരിക്കും, ഒരു 3x3 മീറ്ററുള്ള മുറിയിലായിരിക്കും ചെയ്യുന്നത്. ഒരാളായിരിക്കും, 2 പേര് മാത്രം, മാക്സിമം 2 പീപ്പിൾ. അതിന് സമയമുണ്ട്. രാവിലെ 6 മുതൽ രാവിലെ 10:30 വരെ. അത് കഴിഞ്ഞാൽ മിക്സ് ചെയ്യരുത്, കാരണം ആംബിയൻ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പെസോയുടെ നിർദ്ദേശങ്ങൾ ഇതിന് എല്ലാ ഫാക്ടറിക്കാർക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ ശിവകാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശിവകാശിക്കാർക്ക് അറിയാം 10:30 കഴിഞ്ഞ് പെസോ ഓഫീസർ വന്ന് നമ്മൾ മിക്സ് ചെയ്യുന്നാൽ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ആവും. കയറി വന്ന് അവർ മിണ്ടാതെ കയറി അങ്ങ് വരത്തേ ഉള്ളൂ. അപ്പോൾ കയറി നമ്മൾ മിക്സിംഗ് ഷെഡിലേക്കായിരിക്കും ഞങ്ങളൊക്കെ ആദ്യമേ പോകുന്നത്, കാരണം അവിടെ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. സോ മിക്സിംഗ് ഷെഡ് അവർ വളരെ കെയർഫുൾ ആയിരിക്കും. കാരണം മിക്സിംഗ് ഷെഡിന് ഞാൻ പറഞ്ഞു 3x3 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 1.5x1 മീറ്റർ, ഡിപ്പെൻഡ്സ് ഓൺ ദി കപ്പാസിറ്റി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വാൾ തിക്നെസ് വരെയുണ്ട്, 45 സെന്റിമീറ്റർ വാൾ തിക്നെസ്. പിന്നെ അതിന് ചുറ്റിനും വേറെ ബ്രിക്സ് ആണ്, സാധാരണ നമ്മുടെ ബ്രിക്സ്, മൺകല്ലോ സിമെന്റ് ബ്രിക്സോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിന് തിക്നെസ് ഉണ്ടായിരിക്കും, വാളിന്റെ ഒരു തിക്നെസ്. പിന്നെ അതിന്റെ റൂഫ് അത് ആസ്പെറ്റോ ഷീറ്റോ GI ഷീറ്റോ ആകാം. അതിന്റെ കാരണം എന്താ? ആസ്പെറ്റോ ഷീറ്റ് ആകുമ്പോൾ പൊട്ടി ചെതറിപ്പോവും. മറ്റുള്ള RCC ഒക്കെ ആകുമ്പം വലിയ ബ്ലോക്കായിട്ട് അടുത്തുള്ള ആളുകൾക്ക് കൂടുതലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് ആസ്പെറ്റോ ഷീറ്റ് GI ഷീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഷെഡിന്റെ 4 ചുറ്റിനും 18 മീറ്റർ സുരക്ഷാ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഇൻ ബിറ്റ്വീൻ 2 ഷെഡ്സ്. അപ്പൊ ഇതൊരു ഷെഡാണ്, ആ ഷെഡ് വേറെ ഷെഡാണെങ്കിൽ അത് 18 മീറ്റർ അകലെ. കാരണം ഇതിലൊരു അപകടം ഉണ്ടായി അതിലേക്ക് വരരുത്, അതാണ്. അപ്പോൾ മിക്സിംഗ് ഷെഡ് അതാണ്. പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരത് മാനുഫാക്ചറിങ് ഷെഡിലേക്ക് കൊണ്ടുപോകും. മാനുഫാക്ചറിങ് ഷെഡിൽ 4 പേർക്കാണ് മാൻ ലിമിറ്റ്. അതിനകത്ത് മാൻ ലിമിറ്റ് 4 ആണ്. അത് എത്ര 25 കിലോ ഉണ്ടാക്കാം എന്ന് അതിന്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മാൻ ലിമിറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ലിമിറ്റ്. അതിന്റെ ഡോറുകളൊക്കെ വെളിയിലേക്കായിരിക്കും തുറക്കുക എസ്കേപ്പ് ചെയ്യാൻ. അതുപോലെ 2 ഡോർ ഉണ്ടാവും, 2 സൈഡിലായി. മിക്സിംഗ് ഷെഡിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഏത് വഴിക്കും ആളുകൾക്ക് രക്ഷപ്പെടാം. ഒരു സ്പാർക്ക് വന്ന് തീ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ എടുത്ത് ഓടുകയാണ്. പക്ഷെ അങ്ങനെ ഒരു തീ വന്നു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാൻ പാടാ. ബിക്കോസ് ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആ തീ പിടിക്കും. ഫ്രാക്ഷൻ ഓഫ് അത് മിക്സിംഗ് ഷെഡിൽ ഒരു അപകടം ഉണ്ടായി രക്ഷപ്പെടാൻ ഇറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതൊന്നും
പുതിയ റൂളല്ല. 1976, 83, 2008 വരെ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ റൂളുകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 18 മീറ്ററാണ് മിക്സിങ്ങിന്, മാനുഫാക്ചറിങ് ഷെഡിന് 12 മീറ്റർ, അതുപോലെ പ്ലാറ്റ്ഫോം. ഇതെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വെക്കും. ആ വെയിലത്ത്, മെയിൻ വെയിലത്ത്. അന്ന് ആലോചിച്ചു, ഈ വെയിൽ കൊണ്ടാണെങ്കിൽ അവിടെയൊക്കെ എന്നും അപകടം ഉണ്ടായിരുന്നു. അതല്ല, ഇവിടത്തെക്കാട്ടിലും ടെമ്പറേച്ചറാണ് തമിഴ്നാട്ടിലെ ശിവകാശിയില്, ഇല്ല പെരുസനഗറിൽ. അവിടെ ഇതിലും വലിയ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ അതൊന്നും അല്ല. അപ്പം കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടി. അപ്പോൾ അത് ആ പ്ലാറ്റ്ഫോമിൽ വെക്കുന്നു, പ്ലാറ്റ്ഫോമിൽ വെച്ച് ഡ്രൈ ചെയ്യുന്നു. ആ പ്ലാറ്റ്ഫോമിന് തന്നെ 12 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ പ്ലാറ്റ്ഫോമിൽ ഒരു അപകടം ഉണ്ടായി, കാരണം കൊണ്ടിടുന്ന സമയത്ത് അറിയാതെ ഈ ആൾ വർക്കറുടെ കീഴിൽ അതിലേക്ക് വീണ് അതൊരു അപകടം ഉണ്ടായാൽ അതിനുമുണ്ട് 12 മീറ്റർ സേഫ്റ്റി. ഈ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ നിമിഷവും പലതരം സാധ്യതകളാണ്, എപ്പോഴും സാധ്യതയുണ്ട്. പക്ഷെ അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ ആക്ട് ബുക്കിൽ നമ്മൾക്ക് റൂളുണ്ട്, റൂൾസ് ആൻഡ് അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എക്സ്പ്ലോസീവ് റൂള് അവര് ഈ ആളുകൾ തീർച്ചയായും അത് അനുസരിക്കുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയാം. ശിവകാശിയിൽ 786 ഫാക്ടറി, ഏകദേശം 104 ഫാക്ടറികളിൽ ഈ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത് ആ ഫാക്ടറികൾ, ആ ഉടമകൾ അങ്ങനെയാണ്. അവര് അനധികൃതമായിട്ട് 100ഓളം ഫാക്ടറികളുണ്ട് അവിടെ. ഒരൊറ്റ അപകടം അവരുടെ ഉദ്ഘാടനം ചെയ്ത് ഇന്നു വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഫാക്ടറികളുള്ളപ്പം ഈ 600 ഫാക്ടറികൾ വയലേറ്ററാ, പലപ്പോഴും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ 100 അവരൊരു എക്സാമ്പിളാണ് നമുക്ക്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2000 കിലോയുടെ ലൈസൻസ് ആണ് ഓരോ അമ്പല കമ്മിറ്റിക്കും ഉള്ളത്. അപ്പൊ അമ്പല കമ്മിറ്റിക്കാണോ ഉണ്ടാവുക, ഈ പറയുന്ന മാനുഫാക്ചറർക്കാണോ ഉണ്ടാവുക? അല്ലല്ല, അമ്പല കമ്മിറ്റിക്കാ. അമ്പല കമ്മിറ്റിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ തിരുവമ്പാടി ദേവസ്വത്തിന് 2000 കിലോയുടെ ലൈസൻസ് ആണ്. പാറമേക്കാവിന് 2000 കിലോയാണ് അവരുടെ മാഗസിൻ സ്റ്റോറേജ്. മാഗസിൻ ഈസ് സ്റ്റോർ ഹൗസ്, അതാണ് മാഗസിൻ എന്ന് പറയുന്നത്. അത് LE3 ഓഫ് എക്സ്പ്ലോസീവ് റൂളിലാണ് ആ ലൈസൻസ് വരുന്നത്. ആ ലൈസൻസ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 2000 കിലോയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ആ മാഗസിൻ കാണുകയാണെങ്കിൽ കാണാം, ഒരു വലിയ റൂമും ഒരു ചെറിയ റൂമും ഉണ്ടാവും. ചെറിയ റൂമിൽ കുറച്ചുകൂടെ കട്ടിയുള്ള വാതിലുകളും അതിൻ്റെ ഭിത്തിയൊക്കെ കുറച്ചുകൂടെ 45 സെന്റിമീറ്റർ തിക്നെസ്സിൽ. കാരണം അതിനകത്താണ് ഗൺ പൗഡർ വെക്കുന്നത്. അതായത് ഗൺ പൗഡർ അതിനകത്ത് വെക്കുകയും പടക്കങ്ങളെല്ലാം വലിയ റൂമിൽ വെക്കുകയും ചെയ്യും. കാരണം ഈ ഗൺ പൗഡറിന്റെ ആവശ്യം ഈ ഫയർവർക്സ് ഡിസ്പ്ലേ സൈറ്റിൽ ആവശ്യം, അതാണ് നമ്മൾ വഴിമരുന്നിടുന്നത്. ഓരോന്നിനെയും കണക്ട് ചെയ്ത് വെടിക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഗൺ പൗഡർ വേണം. ആ ഗൺ പൗഡർ അവര് ഇവിടെ കൊണ്ടുവെക്കും. പടക്കം ഈ പടക്കശാലയിൽ നിർമ്മിച്ചതെല്ലാം അവര് മാഗസിനിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ദേവസ്വം ഭാരവാഹി ചർച്ചയിൽ പറയുന്നത് കേട്ട്, സാമ്പിൾ വെടിക്കെട്ടിന് 2000, മെയിൻ വെടിക്കെട്ടിന് 2000, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പകൽപൂരത്തിന് 2000. അതെങ്ങനെയാ സംഭവിക്കണേ? 6000 കിലോ സത്യമാണ്. അപ്പം അവർക്ക് 6000 കിലോ 3 ടൈംസ് ആണ് അവരുടെ ലൈസൻസ്, 2000 × 3. അപ്പം ഇവര് ആദ്യത്തെ വെടിക്കെട്ടെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം 2000 കിലോ അവിടെ മാഗസീനിൽ കാണത്തുള്ളൂ. എനിക്ക് സംശയം തോന്നാൻ കാരണം എന്താ അറിയോ, മെയിൻ വെടിക്കെട്ടിന് ഒരുപാട് സംഗതികളും ഒരുപാട് സമയവും നിൽക്കുന്ന വലിയ വെടിക്കെട്ടാണല്ലോ. അത്രയും സാമ്പിൾ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നില്ല. ഇല്ല, സാമ്പിൾ വെടിക്കെട്ടിന് അവര് ഒരു പക്ഷേ ഉപയോഗിക്കുക 1200, 1500 കിലോയെ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് മെയിൻ വെടിക്കെട്ട് വരുമ്പോൾ 2000 കിലോ ഫുള്ളാക്കും. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് മറ്റേതിന് 1200 കിലോയൊക്കെ വരത്തുള്ളൂ. അത് കൂടുതൽ അവര്, കാരണം ലാസ്റ്റ് ഡേയിൽ എല്ലാവരും ദേ ആർ ഫ്രീ, അവർക്ക് അതിൽ ബാക്കിയുള്ളതെല്ലാം അങ്ങ് പൊട്ടിച്ച് കളയുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. കാരണം ഈ പറമേക്കാവായാലും തിരുവമ്പാടി ആയാലും അല്ലെങ്കിൽ നെന്മാറ വേലയായാലും ഉത്രാളിക്കാവ് വേല, ഇത് 4 ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വെടിക്കെട്ട്. അവരൊക്കെ തന്നെ ആ ക്വാണ്ടിറ്റിയിൽ പണ്ട് കാലങ്ങളിൽ അവര് കൂട്ടും. പക്ഷെ ഇപ്പോൾ അവർ വളരെ സ്ട്രിക്റ്റാ. കാരണം ഡോക്ടർ കൗശികൻ എന്നൊരു കളക്ടർ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അദ്ദേഹം ഇപ്പോഴും സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആക്കി അവര്. അദ്ദേഹം ഈ വളരെയധികം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഓരോ രാസപദാർത്ഥങ്ങളുടെ കറക്റ്റ് ക്വാണ്ടിറ്റി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ഇതിൽ കൂടുതൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല, ഇത്രയും നിങ്ങളുടെ കപ്പാസിറ്റി, ഈ കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാം, ഇവിടെ കൊണ്ടുവന്ന മാഗസിന്.
അത് അവരിപ്പോഴും നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ. കാരണം സുരക്ഷിതമായിട്ട് നടത്തണം. ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ഉണ്ടായി. 2016 എൻ്റെ ഓർമ്മ, 2016-17. ആ 2016-17 ആദ്യമായിട്ട് ഇവർക്ക് അവരുടെ ഈ തൃശ്ശൂർക്കാരുടെ തനതായ കുറേ വെടിക്കെട്ട് സാമഗ്രികളുണ്ട്. അതിനെല്ലാം പെസോയുടെ പെർമിഷൻ കിട്ടി, ഒരു 3-4 എണ്ണത്തിന്. ഓക്കെ. കുഴിമിന്നലിന് ആദ്യമായിട്ടാണ് കുഴിമിന്നലിന് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പെസോ പെർമിഷൻ കൊടുത്തു. അപ്പോൾ അതിനൊക്കെ സൈസ് ഞങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ അതുപോലെ ആമിട്ട് അതിന് 6 ഇഞ്ച് കൂടുതൽ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ 2016 ആ സമയത്താണ്, എൻ്റെ 2016-17 ഞാൻ സൈറ്റിൽ നിൽക്കുകയാണ്. അന്ന് വെടിക്കെട്ടാണ്, മെയിൻ വെടിക്കെട്ടിന് ഞാൻ നിൽക്കുന്നു. അന്ന് മാധവൻകുട്ടി മാഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് തിരുവമ്പാടിയുടെ സെക്രട്ടറി. അപ്പം മറ്റൊരു രാജേഷാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, സൈറ്റിലുണ്ട്. ഞാനുണ്ട്, കളക്ടർ കൗശികനുണ്ട്, പോലീസ് സൂപ്രണ്ടുണ്ട് അന്നത്തെ. ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പരിശോധനയൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഫൈനൽ പൊസിഷനിൽ വന്നപ്പോൾ കാണാം, ഞാൻ നോക്കിയപ്പോൾ 8 ഇഞ്ചിൻ്റെ കാണുന്നു. ഓക്കെ, 8 ഇഞ്ചിൻ്റെ കാണുന്നു. 1, 2, 12 ഇഞ്ചും ഉണ്ട് ഫൈനൽ പരിശോധന. അപ്പം ഞാൻ പറഞ്ഞു സമ്മതിക്കാൻ ഒക്കത്തില്ല, ഇത് ഞങ്ങൾക്ക് നമ്മൾ 6 ഇഞ്ച് പെർമിഷൻ തന്നിട്ട് 6 ഇഞ്ച്, 8 ഇഞ്ചും 12 മാറ്റിയേ പറ്റൂ. വളരെ അധികമില്ല. അപ്പോൾ അവരുടക്കി നമ്മളുമായിട്ട് അപ്പോൾ കളക്ടറും ഞാനും ആ സ്റ്റാൻഡിൽ തന്നെ നിന്നു. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, വി വിൽ നോട്ട് അലൗ യു ടു പുട്ട് ഇറ്റ്. അത് റൂളിൽ തന്നെ പോകണം. നിങ്ങൾ ഇത്രയും സഹകരിച്ചു, ഞങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ മാറാൻ തയ്യാറല്ല. ഇഫ് യു ആർ റെഡി യു ക്യാൻ ഡു ഇറ്റ്, അതർവൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിച്ചോളാം എന്നുള്ള സ്റ്റാൻഡിൽ ഞങ്ങൾ നിന്നു. അപ്പോൾ അവർ 1 മണിക്കൂറോളം ഡിലേ ആയി. അപ്പോഴത്തേക്ക് അന്നത്തെ മിനിസ്റ്റർ സുനിൽകുമാർ, രാജന് എല്ലാവരും എത്തി. പിന്നെ ഞങ്ങളുമായി ഡിസ്കഷനായി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ആ മിനിസ്റ്റേഴ്സ് ഒന്നും തന്നെ നമ്മളോട് ഒന്നും പറയത്തില്ല. അവർ സൈറ്റിലെത്തി ഡിലേ വന്നപ്പോൾ എന്നുള്ളതേ ഉള്ളൂ. അവർ ഒരിക്കലും, സുനിൽകുമാറൊക്കെ വളരെ ഡീസൻ്റ് ആണ് ആ കാര്യത്തിൽ. അദ്ദേഹം ഒന്നും നമ്മളോട് ഒരു കാരണവശാലും വേണം സർ, യു ടേക്ക് യുവർ ഡിസിഷൻ, ഇറ്റ് ഈസ് യുവർ കോൾ എന്നുള്ള രീതിയിൽ തുറന്നു പറയും പുള്ളി. പക്ഷെ അവരോട് പറയുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറയും. സ്റ്റാൻഡ് ഈസ് ലൈക്ക് ദാറ്റ്, നോക്കട്ടെ നിവൃത്തിയില്ല. പക്ഷെ അത് ഞങ്ങൾ മുഴുവൻ എടുപ്പിച്ചു. അത് മാഗസിനിലേക്ക് മാറ്റിയിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റും ചെയ്തു. പിന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, മാലപ്പടക്കങ്ങളാണ് കെട്ടി വരുന്നത്. പിന്നെ ഒരു വലിയ ഒരു എന്താ അതിനെ പറയുന്ന പേര് ഞാൻ മറന്നുപോയി, ഒരു വലിയ ഒരു ഫ്രെയിം ഉണ്ടാക്കും അവര്, അതിലേക്ക് ഇത് കൊണ്ടുവരും. അപ്പൊ ഈ കുഴിമിന്നൽ ഇങ്ങനെ വിരിച്ച് വരും. അപ്പോൾ ഒരു കുഴിമിന്നൽ തിരുവമ്പാടിയുടെ, എനിക്കൊന്നും ഓർമ്മയുണ്ട്, മാധവൻകുട്ടി മാഷാണ് അന്ന് സെക്രട്ടറി, അതിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഈ കുഴിമിന്നൽ 1-2 അടുത്ത് ഇങ്ങനെ ആംഗിളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. അപ്പം നമ്മളത് പറയും നേരെയാക്കുക. എന്നിട്ട് ദേ ആർ വെരി ഗുഡ് എന്നുവെച്ചാൽ ഇത് അവരുടെ ആ കല അവരത്ര നന്നായിട്ട് പാഷനുണ്ട് അവർക്ക്. അവരത് കമ്പി വേലി കെട്ടുന്ന അത് വെച്ചാണ് കെട്ടുന്നത്. എന്നിട്ട് അതുപോലെ ടൈറ്റ് ചെയ്യും. എക്സ്പേർട്ടാണ് അത് ഒരെണ്ണം മാറിയിരുന്നു അവരോട് പറഞ്ഞു. അപ്പോൾ ഒരിടത്ത് വന്നപ്പം ഒരു 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല അവിടെ. കാരണം ജനങ്ങൾ കയറി വരും ആ സമയത്ത്, തള്ളും. ആ സമയത്ത് ഭയങ്കര, ഇറ്റ് ഈസ് അറൌണ്ട് 3 lakhs പീപ്പിൾ വിൽ ബി ദെയർ, റൈറ്റ്, ദാറ്റ്സ്. അപ്പോൾ അത് തള്ളി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ 45 മീറ്റർ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഫൈനലി പോയിന്റിലാണ് വി ആർ സ്ട്രിക്റ്റ് ഓൺ 100, ബാലൻസ് വി വിൽ ജസ്റ്റ് ബിക്കോസ് ഒരൊറ്റ പടക്കമാണ് കട്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിലാക്സേഷൻ കൊടുത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 45 മീറ്ററിന് വരെ 38-39 ഉള്ളൂ. അപ്പം നമ്മൾ മെഷർ ചെയ്യുന്നു, നമ്മൾ പറയുന്നത് ഒക്കില്ല. അപ്പോൾ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാണ്, വി ആർ ബോയ്ക്കോട്ടിങ് ദ പൂരം. വേണു സാർ ഇങ്ങനെ പറയാനൊന്നും ശരിയാവില്ല, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ പൂരം വെടിക്കെട്ട്, അത് കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ നടക്കൂല. അപ്പോൾ പോലീസ് ഓൾസോ വാസ് വെരി സ്ട്രോങ്. പോലീസിനറിയാം, പോലീസാണല്ലോ അവിടെ നോക്കേണ്ടത്. ഐ സെഡ് 45 meters മീൻസ് 45 meters, നത്തിങ് ഡൂയിങ്. ഇതൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ 1 മണിക്കൂറോളം വെടിക്കെട്ട് ഡിലേ ആണ്. അത് ഒടക്കോട് നിന്നു. ബട്ട് ദ പോലീസ് വാസ് വെരി അന്നൊരു രാധാകൃഷ്ണനും DYSP അന്നത്തെ SP ആയിരുന്നു, അവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നു. കാരണം ഇത് ഒരെണ്ണം അങ്ങോട്ട് ചെറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലരുത്, റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ അവർ പുഷ് ഓഫ് ചെയ്തു 45 meters നമ്മൾ വടം വലിച്ചു കിട്ടി. ഓക്കെ, വി സെഡ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ്. കാരണം ഇത് ഒരു കാര്യം ഇവരെല്ലാം മനസ്സിലാക്കണം, ഒരു അപകടം ഉണ്ടായി ഒരാൾക്ക് ഒരു ഇഞ്ചുറി വന്നാൽ, മരണത്തെക്കുറിച്ച്
ഇഞ്ചുറി വന്നാൽ എത്രമാത്രം അത് ഭയാനകമായിരിക്കും എന്ന് പറയണം. അത് ഓഫീസർ എന്നുള്ളതിൽ ഞങ്ങൾ പോലീസ് ആയാലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയാലും ADM ആയാലും അവർക്കൊക്കെ ഞങ്ങളത് ചെയ്യുന്ന ഇത്രയും സുരക്ഷ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളൂ. അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൽ യാതൊരു വിധ ഇതോടെ. അപ്പോൾ അത് നമ്മൾ പുഷ് ഓഫ് ചെയ്യും, പുഷ് ഓഫ് ചെയ്ത് നടത്തി. ദാറ്റ് ഈസ് വാട്ട് ഇസ് ടു ബി ഡൺ. അതുപോലെ നമുക്ക് വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. കോവിഡ് സമയത്തായിരുന്നു ഒരു വെടിക്കെട്ട്. അപ്പം ഞാൻ പോയില്ല, എൻ്റെ ജൂനിയേഴ്സിനെ ഞാൻ വിട്ട്. കാരണം ഐ ആം ദി നോഡൽ ഓഫീസർ ഫോർ ഓക്സിജൻ സപ്ലൈ ഇൻ കേരള. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോഡൽ ഓഫീസർ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഐ ഫീൽ ദാറ്റ് ഈസ് പ്രിഫറബിളി ഇമ്പോർട്ടൻറ്റ് ജോബ് ദാൻ ദി ഡിസ്പ്ലേ ഓഫ് ഫയർ വർക്സ്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, അപ്പോൾ എൻ്റെ ജൂനിയേഴ്സിനെയാണ് ഞാൻ വിട്ടത്. അവരോട് 2 പേരെ വിട്ടിരുന്നു. അവർ പോയി പരിശോധനയൊക്കെ നടത്തി. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് അവിടെ ഒരു ആൽമരം അങ്ങോട്ട് വീണ് ആർക്കെണ്ട് പരിക്കുപറ്റുകയോ മരിക്കുകയോ അതാണ്ടൊക്കെ ചെയ്തു. അപ്പം ബട്ട് മൈ ഫോൺസ് ആർ എൻഗേജ്ഡ് വിത്ത് ഓക്സിജൻ സപ്ലൈ. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ ഓഫീസർ വിളിച്ചിട്ട് എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, സാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്ര ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ടെൽ ദം നോട്ട് ടു ഗോ ഫോർ ഡിസ്പ്ലേ. ഓക്കെ, നാളെ മോർണിംഗ് എന്തായാലും ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഉച്ചപൂരം. അത് ആ സമയത്ത് നമുക്കിത് പൊട്ടിച്ച് കളയാം. അതുകൊണ്ട് യു പ്ലീസ് ടെൽ ദം നോട്ട് ടു ഗോ ഫോർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഓക്കെ, യു ഡോണ്ട് ഗോ ഫോർ. അപ്പം അവർ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സ്റ്റാൻഡിൽ തന്നെ നിന്നു, ഓഫീസേഴ്സ്. അപ്പോഴത്തേക്ക് എനിക്ക് കോൾസ് ഫ്രം ദി അതർ സെക്രട്ടറീസ് ആൻഡ് അതർ പീപ്പിൾ. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഇവിടെ അതിന് ഓക്സിജൻ സപ്ലൈ വയനാട്ടിൽ കിട്ടുന്നില്ല, ഈ ഹോസ്പിറ്റലിൽ ഓക്സിജൻ വരുന്നില്ല. അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഹൗ ടു മൊബിലൈസ് ദ ബൾക്ക് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഹൗ ടു സപ്ലൈ ഓക്സിജൻ ടു മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ബിക്കോസ് ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കിടക്കുന്നത്. അവിടെ ഒരു ഓക്സിജൻ്റെ ഒരു ടാങ്കിൻ്റെ ലെവൽ കുറയുമ്പോൾ അവിടെ ഒരു റോയ് എന്നൊരു ഡോക്ടറുണ്ട്, വളരെ പാഷനേറ്റ് ആണ്. അങ്ങനെയുടെ 10 കോൾ എനിക്ക് വരും ഈ റോയുടെ. കാരണം സർ ദിസ് ഈസ് ഇൻക്രീസിങ്, ഇവിടെ 3800 പേഷ്യൻസ് ഉണ്ട്, യു ഷുഡ് സീ ദാറ്റ് ദ ബൾക്ക് ട്രക്ക് ഈസ് കമ്മിങ് ആൻഡ് ഡെലിവറിങ് ദ പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇതിനാണോ ശ്രദ്ധ കൊടുക്കേണ്ടത്? അപ്പോൾ ഇവർക്ക് പറഞ്ഞാലൊട്ടും മനസ്സിലാകും. അപ്പോൾ ഈ സെക്രട്ടറിയോ പ്രസിഡന്റോ പറയുന്നത്, വേണു സാറേ ഞങ്ങൾക്ക് എത്ര കാലമായിട്ട് സാറിനെ അറിയാം, സാറൊന്ന് പറയൂ വെടിക്കെട്ട് നടത്താൻ. ഞാൻ പറഞ്ഞു, സി പ്ലീസ്, ഒരു പ്രാവശ്യം ഇത്രയും ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് പറയും, സി അവിടെ എൻ്റെ ഓഫീസറുണ്ട്, യു ടോക്ട് വിത്ത് ഹിം, എനിക്കറിയില്ല അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന്, let him take decision, please don't call me for this purpose because I am already engaged with the oxygen supply. ഞാൻ പറയാ, ഇതുപോലുള്ള ക്രിട്ടിക്കൽ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡിസിഷൻസ് മേക്കിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഗെയിം ഇൻ ദാറ്റ് വൺ. വാട്ട് ഡിസിഷൻ വി ഹാവ് ടു ടേക്ക്. അവിടെയാണ് നമ്മൾ ഓരോ യങ്സ്റ്റേഴ്സും മനസ്സിലാക്കേണ്ട കാര്യം. ഇതുപോലുള്ള ഡിസിഷൻ വരുമ്പം ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ ആർട്ട്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് വെരി സോളിഡ്ലി. We have to be firm with our conviction and see that this cannot be done. അപ്പം ഞാൻ എൻ്റെ ഓഫീസേഴ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവർ ഡിസിഷൻ ചെയ്യണം. Then he has to take decision. Whatever he is taken, I will support him. Whatever decisions he takes. എന്തായിരുന്നു ഡിസിഷൻ? അവരത് ഡിലേ ചെയ്ച്ചു, രാവിലെ വരെയാക്കി. രാവിലെ അവർ ഇവിടെ, കാരണം ആ രാത്രിയിൽ അത് ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ സാമൂഹ്യപരമായിട്ടും അതെ. Then I got a message in the morning from that secretary, Bhagavati will curse you man for delaying the display. I was shocked to see that one. ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ അപകടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കാം അപ്പൊ ഒരു അനുമതി കൊടുക്കുക എന്നാണ്? പെസോന്റെ അനുമതി എന്തായാലും വേണ്ട. അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കേരളത്തിലാകെ 2 സ്ഥലത്തിൽ പെസോയുടെ എന്ന് വെച്ചാൽ എന്താണ്? അതാ ഞാൻ പറയാം. ഇതാണ് അതിലെ ഏറ്റവും രസകരം. 15 കിലോ ലൈസൻസ് ആണ് പെസോയുടെ ജില്ലാ കളക്ടർക്ക് കൊടുക്കാനുള്ള ലൈസൻസ്. അതിന് മുകളിൽ വരുന്നതെല്ലാം പെസോയാണ്, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ്. പെസോ ഈസ് എ 128-year-old ഓർഗനൈസേഷൻ. 172 ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ പെസോയുടെ ചുമതല എന്ന് പറഞ്ഞാൽ 15 കിലോയിൽ കൂടുതലുള്ള ലൈസൻസ് പെസോ കൊടുത്തിരിക്കും. ഞാൻ അറിയാനുള്ളൊരു, ഈ 15 കിലോ കൊണ്ടേ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനൊക്കത്തില്ല. പെസോ കുറെ അത് ഉദ്ദേശിക്കുന്നത് മാലപ്പടക്കങ്ങള്, കുരവപ്പൂവ്, ഫ്ലവർ പോട്ട്സ്, അതുപോലെ ആറ്റം ബോംബ്സ്, ചെറിയ ചെറിയ ആറ്റം ബോംബ്സ് ഒക്കെ അല്ലേ കുട്ടികൾ കളിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ഈ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുക 15 കിലോ കൊണ്ട് പാടില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ 1 മാസം ഉണ്ടാക്കുമ്പോൾ
കുറെ ക്വാണ്ടിറ്റി കിട്ടുമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ 15 കിലോന്റെ ലൈസൻസ് എത്ര കാലത്തേക്കാ? ദ ലൈസൻസ് ക്യാൻ ബി റിന്യൂഡ് ബൈ ദ ADM അപ് ടു 5 years. ഓക്കെ. ഒരു ലൈസൻസ് 2000 കൊടുത്തെങ്കിൽ 2025 വരെ. അല്ല, ഞാൻ ചോദിക്കണേ, ഈ 15 കിലോ ഉണ്ടാക്കാം എന്ന് പറയുന്നില്ലേ, അതിന്റെ ഡ്യൂറേഷൻ എത്രയാ വരെ? 15 കിലോ അതിന് 3 അതിലെ ലൈസൻസ് കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഹൗ മെനി ടൈംസ് ദ ലൈസൻസി ക്യാൻ മാനുഫാക്ചർ. അപ്പോൾ 3 തവണ കൊടുക്കാം കളക്ടർക്ക്, 10 തവണ കൊടുക്കാം, 20 തവണ കൊടുക്കാം. അതായത് 15 into 3, 15 into 10, 15 into 20. ഓക്കെ. That is the discretion of the district collector, seeing that how many temple festivals order he has received. അയാൾക്ക് എത്ര ടെമ്പിൾ ഫെസ്റ്റിവലിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചാണ് അദ്ദേഹം കൊടുക്കുക. അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, ADMന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ്. അത് ചില കളക്ടർമാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് വെരിഫൈ ചെയ്യും. അവരുടെ ഓരോ എത്ര അമ്പല കമ്മിറ്റിക്കാരുടെ ഓർഡർ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നനുസരിച്ചിട്ട് അവർ മാറ്റി കൊടുക്കും. അത് അവർക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ സേ ദാറ്റ് ഓക്കെ ഇയാൾക്ക് എത്ര വേണം. ഒറ്റ സംശയം, അമ്പല കമ്മിറ്റിക്കാര് അതായത് അവരാണോ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുക? ലൈസൻസ് കൊടുക്കണം. ആ ലൈസൻസിയുടെ പ്രിമിസസിലാണ് ഇത്ര തവണക്കത്തേക്ക് അവർക്ക് പ്രൊഡക്ഷൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കണം. അപ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ ഡോക്ടർ കൗശികൻ, ദാറ്റ് IAS ഓഫീസർ, വാസ് വെരി ഗുഡ് ഇൻ ഇറ്റ്. He was very strict and he calculated all that thing with the help of me, and he was very persistent that only the license quantity will be given. പുള്ളി അത് വളരെ നല്ലൊരു കളക്ടറാണ്. അദ്ദേഹം വളരെയധികം പഠിച്ചു നടന്നവർ. അതിലൊക്കെ ഒരു പാഷൻ വേണം നമുക്ക്. നമ്മൾ വെൻ യു ആർ ആൻ അഡ്മിനിസ്ട്രേറ്റർ യു ഷുഡ് ഹാവ് ദ പാഷൻ ടു സ്റ്റഡി ദ തിങ്സ് വെരി വെൽ. അല്ലെങ്കിൽ നമ്മുടെ ജോലിയോട് നമ്മൾ വളരെയധികം പാഷൻ അല്ലെങ്കിൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദാറ്റ് വർക്ക് സിൻസിയർലി, affirm it with the form affirmation. നമുക്ക് ചെയ്യാൻ നോക്കണം. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വളരെ കാഷ്വലായിട്ട് നമുക്ക് എടുക്കാം, നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ടും ജോലി ചെയ്യാം. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് അതിൽ അവർക്ക് 15 കിലോ ആയിരിക്കും ലൈസൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ വരുമ്പം അവർക്ക് 10 times ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 150 കിലോ മാനുഫാക്ചർ ചെയ്യാൻ നോക്കും. 15 ഗുണം 10, അതല്ല 20 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേക്ക് വരും. അപ്പോൾ ഇവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് അവരുടെ മാഗസിനിലേക്ക് മാറ്റണം. ഇവിടെ അതൊന്നുമില്ല, മാഗസിൻ ഒന്നുമില്ല. ഇവിടെ ഒരു ടാർപോളിയും വെച്ച് ഒരു ചെറിയ മുറി വെച്ചിട്ട് ഇവർ അവിടോട്ടായിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നത്. അത് കണ്ടല്ലോ, ഫോട്ടോസ് കണ്ടാലറിയാം. അപ്പോൾ നമുക്ക് പോലും മനസ്സിലാവുന്നു. അതെ. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് ആ മാഗസീൻസിലേക്കായിരിക്കും അവർ മാറ്റി വെക്കേണ്ടത്. ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്തെ അതിനകത്ത് ഇതിന്റെ സ്കെച്ചും ഇതിന്റെ പ്രിമൈസ് എവിടെ നിന്നാണ് ചെയ്യുന്നതെന്നും അവിടത്തേക്ക് വേണ്ട സുരക്ഷാക്രമം ഇതെല്ലാം വെച്ചിട്ടല്ലേ കൊടുക്കേണ്ടത്? അതോ നമ്മൾ അവിടെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാന്ന് പറയുന്ന പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ആരാ? അങ്ങനെ ചെയ്യാറുണ്ട്, പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടക്കുക, അങ്ങനെയൊക്കെ വേണ്ടതല്ലേ സത്യത്തിൽ? റൂളിലുണ്ട്, പോലീസ് ഷുഡ് ഇൻസ്പെക്ട് എവറി 6 months. റൂളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ADM can inspect, Tahsildar can inspect, the village officer can inspect, the sub-inspector, the minimum sub-inspector ലെവലിലുള്ള ഏതൊരു ഓഫീസർക്കും ഇൻസ്പെക്ട് ചെയ്യാം. കളക്ടർക്ക് സമയം കിട്ടാറില്ല. They have delegated the work to the bottom people, Tahsildar, RDO, ADM, ഇവർക്കൊക്കെ പോയി ഇൻസ്പെക്ട് ചെയ്യാം, അവരുടെ ഏരിയയാണ്. അപ്പം അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോട്ടീസായിട്ട് വരുന്ന പല ഉദ്യോഗസ്ഥർക്കും ഇതിനെക്കുറിച്ച് റൂളിനെ കുറിച്ച് അത്ര വിവരം കാണില്ല. അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഇപ്പം നമ്മൾ ഇന്ന് ഈ ഇന്റർവ്യൂവിൽ പറയുമ്പോഴായിരിക്കും പലർക്കും അറിയുന്നത് മിക്സിംഗ് ഷെഡിന് ഒരു ഡയമെൻഷൻ ഉണ്ട്, അതിൻ്റെ വാൾ തിക്നെസ് ഉണ്ട്, അതിൻ്റെ റൂഫിന് ഇതാണ്, അല്ലെങ്കിൽ അതിന് 4 സൈഡിലേക്കുള്ള സേഫ്റ്റി ഡിസ്റ്റൻസ് ഇത്രയാണ്, അതുപോലെ എത്ര കെമിക്കലാണ് അവിടെ ഷെഡിനകത്ത് മാനുഫാക്ചർ ചെയ്യാവും. അവർക്ക് അറിയണമെന്നില്ല. ബിക്കോസ് അവര് വേറെ പല റോളുകളിൽ ഒരു റോള് ചെയ്യുന്നതിനൊക്കെ ഒരു റോളാണ് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ NOC കൊടുക്കുക എന്നുള്ളത്. അവർക്ക് പെട്രോൾ പമ്പിന് NOC കൊടുക്കണം, അവർക്ക് എക്സ്പ്ലോസീവ്സിന് കൊടുക്കണം, കോറിക്ക് കൊടുക്കണം, അവർക്ക് സിലിണ്ടറിന് കൊടുക്കണം സ്റ്റോർ ചെയ്യുന്നതിന്. പിന്നെ അവർക്ക് ഈ ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ വരുന്നിടത്ത് അതിന് ഉള്ള പെർമിഷൻ്റെ അപ്പം ദേ ഹാവ് ഡിഫറെൻറ്റ് റോൾസ് ടു ഡു. പിന്നെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് വേറെ പലത് കാണും. അപ്പോൾ അതെല്ലാം ഡിഫറെൻറ്റ് റോൾസാണ്. അപ്പോൾ ഇതിനായിട്ട് അവർക്ക് സമയം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയം കുറവായിരിക്കും. അപ്പോൾ അതിന് ഗവൺമെൻറ് ഷുഡ് ടേക്ക് സം അതർ ഇനിഷ്യേറ്റീവ്സ് ടു ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. ഇന്ന് രാവിലെ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കുമായിരുന്നു, അദ്ദേഹത്തോട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള എഞ്ചിനീയർമാർ
കെമിക്കൽ എഞ്ചിനീയർമാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സേവനം ഇതിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് എന്നിട്ട് ADM-നെ അതിന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോലീസിനെ അതിന് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ആ സേവനം അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ല്. അവിടെയൊക്കെ പല കെമിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഡോക്ടറേറ്റ് ഇൻ കെമിസ്ട്രിക്കാരെ വരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലിൽ കാണും. ഇവരുടെയൊക്കെ സേവനം അവിടെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്താതെ ഈ ADM-നെയോ തഹസിൽദാരെയോ മാത്രം വെച്ചിട്ട് അവർക്ക് പലവിധ ജോലികളുണ്ട്. അവർക്ക് ലാൻഡിന്റെ കേസസ് ഉണ്ട്, അല്ലെങ്കിൽ പലവിധ ഇപ്പൊ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇലക്ഷൻ വരികയാണ്. ഇങ്ങനെ അതൊക്കെ അവരുടെ വർക്കുകളിൽ വരുന്നത് കൊണ്ട് അവർക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരണത്തിൽ ഗവൺമെന്റ് ഷുഡ് ടേക്ക് എ ഡിസിഷൻ ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഇതിൽ ഞാനൊരു നിർദ്ദേശം ഇപ്പൊ കൊടുത്തിരിക്കുന്നതാണ് ഫയർ വർക്സ് പാർക്ക്. അത് 2016 മറ്റോ അല്ലേ? 16 ഞാൻ കൊടുത്തതാണ്. അതെന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്ന ഈ ചെറുകിട ഈ പടക്ക ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വളരെ ജനനിബിഡമായ പല സ്ഥലത്തും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് ഒരു 60 ഏക്കർ 70 ഏക്കർ ഭൂമി എവിടെയെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ പടക്ക ഫാക്ടറിക്കും 45 മീറ്റർ സേഫ്റ്റി ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു 3-4 ഫാക്ടറി അവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചെറുകിട ജനതയുടമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഷിഫ്റ്റ് ചെയ്യാം. എന്തൊക്കെ അപകടം ഉണ്ടായാലും, ഒരു റോക്കറ്റ് ആയാലും ഒരു ഇതായാലും 45 മീറ്ററിന് അധികം ഒന്നും പോകില്ല. കാരണം അൺഓതറൈസ്ഡ് ആയിട്ട് കെമിക്കൽ ഉപയോഗിച്ചില്ലെങ്കിൽ. ഈ ഓതറൈസ്ഡ് കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. കാരണം ശിവകാശിയിലെല്ലാം അങ്ങനെയാണ്, ഒരു ഓതറൈസ്ഡ് ആണ്. അവിടെ എല്ലാം 45 മീറ്റർ 60 മീറ്റർ അകലെയൊക്കെയാണ് ഓരോ ഫാക്ടറി. അതുപോലെ ഇത് ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുക. ഈ കോമ്പൗണ്ട് വാളും കൺസ്ട്രക്ട് ചെയ്ത് ഓരോ ഷെഡും ഉണ്ടാക്കി, അതാകുമ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ലെവലിലായിരിക്കും ഉണ്ടാക്കുക. അവിടെ എന്നിട്ട് ഈ 4-5 ടെൻഡർ വിളിച്ചിട്ട് 4 ഇതിന്റെ എക്സ്പീരിയൻസ് നോക്കി ആ 4 പേർക്ക് കൊടുക്കാം. അത് അവർക്ക് അവിടുത്തെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഇവരെ എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതിനുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വരുമ്പോൾ തന്നെ അവിടെ ക്വാളിറ്റി കൺട്രോൾ ലാബ് ഉണ്ടാവും. അപ്പം ഇതിനകത്ത് പൊട്ടാഷ്യം ക്ലോറൈഡ് ഒന്നും വരില്ല. അവർ സർട്ടിഫൈ ചെയ്യണം, എന്നിട്ടാണ് സാധനം അകത്ത് പോവുക ഒക്കെ എല്ലാ ഫാക്ടറിക്കും. പിന്നെ സേഫ്റ്റി ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. തൃശ്ശൂര് നിങ്ങൾക്കറിയോ, തൃശ്ശൂർ പൂര ഗ്രൗണ്ടില് 2016 എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് PPCL കൊച്ചി റിഫൈനറിയുടെ സാങ്കേതിക സഹായം നമ്മൾ എടുത്തിട്ടാണ് അത്. അന്നത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നാണ്, MLA ഫണ്ടിൽ നിന്നാണ് അതിന് സ്പോൺസർഷിപ്പ് ചെയ്ത്. വാട്ടർ അതോറിറ്റിയാണ് അത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ മുഴുവൻ എനർജൈസ്ഡ് ആയിരിക്കും ആ പൈപ്പ് ലൈനുകളൊക്കെ. അത് സുരക്ഷിതമായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ പാർക്കിന് ചുറ്റിനും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് അന്ന് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ മൊത്തം ഈ ഫാക്ടറികളിലും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു അപകടം ഉണ്ടായ അവിടെ തന്നെ ഫയർ എഞ്ചിൻ സ്റ്റേഷൻ ചെയ്യാം. അവിടെ തന്നെ ഒരു 3-4 വണ്ടികളും ഉണ്ടാവും. 60 ഏക്കർ ഉണ്ടല്ലോ. അപ്പം വിത്തിൻ സെക്കൻഡ്സ് ദ ഫയർ എഞ്ചിൻ വിൽ റീച്ച് ദെയർ. അതുപോലെ ഒരു ചെറിയൊരു ഓക്യുപ്പേഷണൽ ഹെൽത്ത് ഹോസ്പിറ്റൽ തുടങ്ങാം. OHS ഓക്യുപ്പേഷണൽ ഹെൽത്ത് സെന്റർ OHC എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ അതെല്ലാം വരുമ്പം ഒരു വലിയ ഫയർ വർക്സ് പാർക്ക്. പിന്നെ ഉത്സവ സീസണില്ലാത്ത സമയത്ത് ഇവർക്ക് ഈ സാധനം എക്സ്പോർട്ട് ചെയ്യാം, അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാം. ആൻഡ് ദ ക്വാളിറ്റി തിങ് ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നടത്തുന്നത് പ്രൈവറ്റ് പാർട്ടി ആയിരിക്കും, പക്ഷെ മേൽനോട്ടം മുഴുവൻ സർക്കാരിൻ്റെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് ഗവൺമെന്റ് വിൽ ഗെറ്റ് എ ഗുഡ് റവന്യൂ ഫ്രം ഇറ്റ്. അത് അഗ്രികൾച്ചർ മിനിസ്റ്റർ സുനിൽകുമാറും MC മൊയ്തീനും ഒക്കെ ഒരു 38 ഏക്കർ ഭൂമി ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ എവിടെയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എന്താ പറഞ്ഞാൽ ഇതൊക്കെ വരുന്നത് 5 വർഷത്തെ ഭരണം തുടങ്ങിയാലും 5 വർഷം കഴിയുമ്പോൾ നിൽക്കും. അന്നേരം ഈ മിനിസ്റ്റർ മാറും. പിന്നെ വരുന്നവർക്ക് ഇതിനോട് താല്പര്യം കാണില്ല. അപ്പൊ ഇത് ഒരു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും മറ്റുള്ളവരും ചേർന്ന് ഇത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയാണ് കേരളത്തിലെ മൊത്തം അവിടത്തേക്ക് വരും. അപ്പം തൃശ്ശൂർ ഒരെണ്ണം തുടങ്ങുക, പാലക്കാട് ജില്ലയിൽ. അപ്പൊ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ, പിന്നെ തിരുവനന്തപുരത്ത് തുടങ്ങാം, കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് വളരെ സുരക്ഷിതമായിട്ട്.
അങ്ങനെ ആകുമ്പോൾ ഈ പടക്ക ഫാക്ടറികളെല്ലാം പൂട്ടിച്ച് അവരെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എടുക്കാം, എക്സ്പോർട്ട് ചെയ്യാം, കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാം. ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര വൈകാരികമായിട്ടാണല്ലോ അതിനെ സമീപിക്കണേ. ഇവർ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്, പാരമ്പര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പാരമ്പര്യത്തിനെയും ഇല്ലാത്ത സ്കില്ലിനെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് എത്രത്തോളം തെറ്റാണെന്നാണ് ഞാൻ ചോദിക്കണേ, അങ്ങനെ പറയുന്നതേ. തീർച്ചയായിട്ടും അതിൽ അങ്ങനെ ഒരു സെന്റിമെന്റ്സോ അങ്ങനെ ഒരു ഗൂഫി നമ്മളൊരു അതിലൊന്നും കാര്യമേ ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ തിരുവമ്പാടി ഭാഗത്തിലെ ഒരാളുണ്ട്, എനിക്കറിയാവുന്ന ഒരു ഫാമിലി തന്നെ ഉണ്ട്. ഈ ഫാമിലി അവരെല്ലാവരും ദേ ആർ പാഷനേറ്റ് അബൌട്ട് ഫയർവർക്സ്. അവർക്കെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ അറിയാം. ഞാനും പലതും അവരുടെ നിന്ന് പഠിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഓരോന്ന് വരുമ്പോൾ. അപ്പോൾ ഇവരെല്ലാം US-ലാണ്. US-ൽ നിന്ന് ഈ സമയമാകുമ്പോൾ അവരെല്ലാം ഇങ്ങ് വരും ഉണ്ടാക്കാൻ. അത്രയും പാഷനാണ് അവർക്ക്. ഏറ്റവും നല്ല അമിട്ടുകളും ഏറ്റവും നല്ല കുഴിമിന്നൽ അങ്ങനെയുള്ള പലവിധ പ്രൊഡക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. അവരെന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷെ ചില ടേംസ് അവർ പറയുന്നത് മലയാളത്തിലായിരിക്കും, നമുക്കത് മനസ്സിലാവത്തില്ല. വെള്ള പൗഡർ, ചുവന്ന പൗഡർ, മഞ്ഞ പൗഡർ. ദേ ഡിഡ് നോ അബൌട്ട് വാട്ട് ഈസ് അരിസനിക്, വാട്ട് ഈസ് സൾഫർ, വാട്ട് ഈസ് പൊട്ടാഷ്യം, വാട്ട് ഈസ്. അവർക്ക് അത് അറിയില്ലെങ്കിലും ബട്ട് ദേ ആർ വെരി ഗുഡ് ഇൻ മാനുഫാക്ചറിങ്. എന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് വരെയുണ്ട്. സോ ദാറ്റ് ദേ ആർ വെരി. പക്ഷെ ആ ഒരു തലമുറ കഴിഞ്ഞു, ഇനി അതിന്റെ അടുത്ത തലമുറ വരികയാണ്. അപ്പോൾ അവർക്കാർക്കും ഇതിനോട് വലിയ ഇൻട്രസ്റ്റും ഇല്ല, അവർ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ആരെയും പറ്റിക്കാൻ നോക്കണ്ട. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പാഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. കാരണം ഇത്രയും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, ഇത്രയും മരണം നടന്നു, ഇത്രയും ഇൻഷുറൻസ് കോമ്പൻസേഷൻ ഗവൺമെൻറ്റും മറ്റുള്ളവരും കൊടുക്കുകയാണ്, ഇൻഷുറൻസ് ഏജൻസീസും കൊടുക്കുകയാണ്. അപ്പം ഒരു പുനർജീവചിന്തനം ആവശ്യമാണ്. സോ ടൈം ഹസ് കം, വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഇൻ ദ സെൻസ് ഇതുപോലുള്ള പാർക്കുകളിലേക്ക് മാറി അവിടെ സുരക്ഷിതമായിട്ട് ഫയർവർക്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കണം. അതല്ലാത്തടത്തോളം കാലം ദിസ് വിൽ കണ്ടിന്യൂ ഓൺ. അപ്പോൾ കാരണം നമ്മൾ 2016 പരവൂർ പുത്തുങ്കൽ ആക്സിഡന്റിൽ നിന്ന് പഠിച്ചിട്ടില്ല. നമ്മൾ 2006 പാറമേക്കാവ് ഭഗവതി അവിടുത്തെ സൈറ്റിൽ നിന്നുണ്ടായ അതിൽ നിന്നും പഠിച്ചിട്ടില്ല. കാരണം സെയിം ആഫ്റ്റർ ഡിറ്റോ ആണ് 20 തിരുവമ്പാടിയുടെ സ്ഥലത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിടത്തൊന്നും പഠിക്കാത്തടത്തോളം കാലം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഷുഡ് ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ to see that this should be shifted, all these fireworks manufacturing places should be shifted to a central place wherein all the safety precautions are taken care. Fire engines, firefighting system, hospital and administrative wing. That അവിടെ തന്നെ ഒരു എക്സ്പ്ലോസീവ് ഇൻസ്പെക്ഷൻ വിങ് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് അവർ തന്നെ ഇടയ്ക്ക് വെരിഫൈ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ടാണ് അതെങ്കിൽ ദിസ് വിൽ ബി ദ ഭയങ്കര വൻ വ്യവസായമാകും. ബട്ട് പ്ലാനിങ് ഷുഡ് ബി ദെയർ ആൻഡ് സീ ദാറ്റ് ഇറ്റ് ഇസ് ബീൻ ഡൺ ഇൻ എ വെരി വെരി സിസ്റ്റമാറ്റിക് ആൻഡ് സേഫ് വേ. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. മുണ്ടത്തിക്കോടുണ്ടായ അപകടത്തില് 3:20 സമയത്ത് എക്സ്പ്ലോഷൻ ഉണ്ടായതായിട്ട് പറഞ്ഞ് അങ്ങനെ 2 ഉണ്ടായി. പിന്നെ മീഡിയ എല്ലാം വന്നതിന് ശേഷം 4 മണിയോടടുത്ത്, അതായത് ഒരു 40 മിനിറ്റിന്റെ ഗ്യാപ്പിലാണ് പിന്നെ കുറേ നേരത്തേക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം ആദ്യത്തെ ഉണ്ടായത് ആ മാനുഫാക്ചറിങ് സൈറ്റിലായിരിക്കും. അവിടുന്നുള്ള അപ്പോൾ ആർക്കും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ ഒക്കുന്നില്ല, ഫയർ ഫൈറ്റിംഗ് ടീം വന്നിട്ടുമില്ല. അതിന്റെ കാസ്കേഡിങ് എഫക്റ്റ് ആണ് അടുത്തത് വന്നത്. കാരണം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പൊട്ടിയ ഇത് മറ്റേ മാഗസീൻ പോലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. പിന്നെ അവിടെയാണ് പിന്നുള്ള ആ കാസ്കേഡിങ് എഫക്റ്റിൽ വന്ന പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതാണ് ഒരു ഡിലേ വന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എഫക്റ്റ് നിങ്ങൾ കണ്ടു കാണും, 1.5 കിലോമീറ്റർ അകലെ വരെ വന്നു വീടുകളിലൊക്കെ. പക്ഷേ ഈ തരികൾ പോയി വീണത് 4 മണിക്ക് ശേഷം. ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വോളറ്റൈലായിട്ടുള്ള ഒരു ഫയർ വർക്സ് നേരെ ചെന്ന് ഈ സ്റ്റോർ ചെയ്തെടുത്ത് പിന്നെയാണ് വീഴുന്നത്. അത് പിന്നെ പൊട്ടിത്തെറിച്ചാണ് പിന്നെ അതിൻ്റെ എഫക്റ്റീവുകൾ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ആ ബ്ലാസ്റ്റ് ഓഫ് സൈറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ബോഡിയുടെ പാർട്ടുകളാണ് പൊട്ടിച്ചേറി തല വേറൊരിടത്തും കൈ വേറൊരിടത്തുമായിട്ട് വേണേ. ആ മനുഷ്യനാണ് ആ ബ്ലാസ്റ്റിൻ്റെ മുഴുവൻ എഫക്റ്റും തന്നിലേക്ക് ഏറ്റെടുത്തത്. അതാണ് ആ മനുഷ്യൻ്റെ തലയോടുകളും മറ്റും ചെതറിത്തെറിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്,
ഈ അപകടം എന്ന് പറയുന്നത് അത് എഫക്റ്റീവായിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എടുക്കുന്ന ആൾ അയാളാണ് അത് മുഴുവൻ ഏറ്റെടുത്ത് മറ്റുള്ളവരെ രക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ പെസോന്റെ 2 ലൈസൻസാണ് ഉള്ളതെന്ന് കേരളത്തിൽ, അത് ഏതൊക്കെയാണ്? അത് ബർമ ഫയർ വർക്സ് ആണ് ഒന്നുള്ളത്, ദാറ്റ് ഈസ് അറ്റ് പരവൂരായിട്ടുള്ളത്. അവർക്ക് 2 ഫാക്ടറി ഉണ്ട്. അവരൊക്കെ പക്ഷേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവരൊക്കെ ഈ ഫ്ലവർ പോട്ട്, സ്പാർക്ലർ, നമ്മൾ കുട്ടികൾ കൊച്ചു കുട്ടികൾ പിടിച്ച് കത്തിക്കുന്ന ആറ്റം ബോംബ്സ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് അവർ 2 കമ്പനി, ഒന്ന് കൊടുങ്ങല്ലൂരുമാണ്, ഒന്ന് പരവൂരുമാണ്. പക്ഷെ അവർ ലിമിറ്റഡ്, അവരുടെ ഇവിടെ ഒന്നും ആക്സിഡൻസ് വരാറില്ല. കാരണം ദേ ആർ വെരി സ്ട്രിക്റ്റ്. നിങ്ങൾക്ക് ഫാക്ടറിക്ക് കയറാത്തോളം കയറാൻ സമ്മതിക്കത്തില്ല അവർ. ബിക്കോസ് ദേ ആർ വെരി കീൻ ഓൺ ഹൗ സേഫ്ലി ദേ ക്യാൻ മാനുഫാക്ചർ. ഇവരുടെ തന്നെ സിസ്റ്റർ കൺസേൺസ് ശിവകാശിയിലുണ്ട്. ശിവകാശിയിൽ ഇവർക്ക് അവിടെയും ഫാക്ടറി ഉണ്ട്. പക്ഷെ ഇവിടെ അവർ തുടങ്ങിയത് കൊണ്ട് മാത്രം അവർ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ദേ ആർ ഓൾ പ്ലാനിങ് ടു ഷിഫ്റ്റ് ടു ശിവകാശി. കാരണം ഇവിടെ ഒന്നാമത് വർക്കേഴ്സിനെ കിട്ടാൻ പാടാണ് ഇവിടെ. പിന്നെ അവരുടെ ലാൻഡ് വാല്യൂസ് വെരി ഹൈ ഇൻ കേരള കമ്പയർഡ് ടു ദിസ്. സോ ദേ ഓൾ വിൽ ഷിഫ്റ്റ് ടു ഔട്ട്സൈഡ് കേരള. അതായിരിക്കും അവരൊക്കെ നടപ്പിലാക്കാൻ പോകുന്ന ഇനിയുള്ള കാലങ്ങളിൽ. കാരണം എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നേ ഉള്ളൂ. സേഫ്റ്റി ഡിസ്റ്റൻസ് ഇസ് പെസോ വിൽ നോട്ട് ഗീവ് എനി ലൈസൻസ് വിത്തൗട്ട് സേഫ്റ്റി ഡിസ്റ്റൻസ്. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് പെസോയുടെ ഒക്കെ ലൈസൻസ് കാട്ടി പലരും വന്നിട്ടുണ്ട്, അതൊക്കെ റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബിക്കോസ് സേഫ്റ്റി ഡിസ്റ്റൻസ് ഇസ് നോട്ട് ദെയർ. അതുകൊണ്ടാണ് ഇത്ര കൊല്ലമായിട്ടും പെസോ ലൈസൻസ് കുറഞ്ഞ് 2 കൊല്ലം. ഇതൊക്കെ ഇഫ് ഐ ഫീൽ ഇത് 80കളിൽ തുടങ്ങിയ ഫാക്ടറികളാണ് ഈ 2 എണ്ണം. ഓക്കെ, അന്നത്തെ സേഫ്റ്റി ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളതാ. പുതിയതൊന്നും വരുന്നുണ്ട്. പുതിയ ആപ്ലിക്കേഷൻസ് വന്നാൽ പോലും അതിന് സേഫ്റ്റി ഡിസ്റ്റൻസ് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമേ റിജക്റ്റഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ചെറിയ 3 ഫാക്ടറികൾ ഇങ്ങനെയൊക്കെയുള്ള മാത്രം തുറന്നു കൊണ്ടുവന്നു.